നമസ്കാരം. TP വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. എന്തായാലും വധശിക്ഷ നൽകുന്നില്ല എന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. വധശിക്ഷ എന്നത് അപൂർവങ്ങളായ കേസുകൾക്ക് മാത്രമാണ് വധശിക്ഷ നൽകുന്നത് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. കോടതിയുടെ ന്യായീകരണം അത് തന്നെയാണ്. എന്നാൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2014 വരെ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഈ പ്രതികൾക്ക് നൽകാൻ പാടില്ല എന്നും കോടതി വിധിച്ചിരിക്കുന്നു. അതൊരു പ്രത്യേക വിധി തന്നെയാണ്. കേരളത്തിലെ കോടതി വിധികളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോടതിയിലെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ, അത് ഇരട്ട ജീവപര്യന്ത ശിക്ഷയും ഇതിനു മുമ്പും പലർക്കും വിധിച്ചിട്ടുണ്ട്, പല കേസുകളിലും വിധിച്ചിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചാൽ പോലും അവർക്ക് ന്യായമായിട്ടുള്ള പരോൾ ലഭിക്കാറുണ്ട്, സർക്കാർ ഇടപെട്ട് ചില ഇളവുകൾ അനുവദിക്കാറുണ്ട്. എന്നാൽ ഈ കേസിൽ കോടതി വിധിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഒരു കാരണവശാലും ഇവർക്ക് ഈ ശിക്ഷയിൽ ഇളവ് 2044 വരെ ഇവർ കാരാഗൃഹത്തിൽ തന്നെ കിടക്കണം, കഠിന തടവ് തന്നെ ആയിരിക്കണം. ഇവർക്ക് യാതൊരു വിധമായ പരോളും യാതൊരു സാഹചര്യത്തിലും, അതാണ് പറഞ്ഞത്, ഏതൊരു സാഹചര്യത്തിലും അത്തരത്തിലൊരു പരോള് അനുവദിക്കരുതെന്ന്. കാരണം വാദികൾ ഇത് ഒരുപാട് വാദിക്കുകയുണ്ടായി കോടതി. കാരണം ഈ ജയിലെന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് ഒരു രണ്ടാം വീടാണ് എന്നാണ് വാദികൾ കോടതിയിൽ വാദിച്ചത്. പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചത് അങ്ങനെ തന്നെയാണ്. രണ്ടാം വീടാണ്, അവർക്ക് പരമസുഖമാണ്, യാതൊരു പ്രശ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് പരോളിൽ ഇറങ്ങാം, എന്നിട്ട് നാട്ടിലേക്ക് ചുറ്റി നടക്കാം, അവിടുത്തെ കല്യാണങ്ങളിൽ പങ്കെടുക്കാം, കല്യാണങ്ങൾ നടത്താം, അവിടെ കച്ചവടങ്ങൾ നടത്താം, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ട് ജയിലിൽ വരാം. ജയിലിൽ വന്നാൽ എല്ലാം സുഖമാണ്, ആരും ഒന്നും ചെയ്യില്ല, തൊടില്ല, പിടിക്കില്ല, ജോലി ചെയ്യേണ്ട, അങ്ങനെ എല്ലാ സുഖവും. അങ്ങനെ രണ്ടാം വീടാണ് ജയില്. അതുകൊണ്ട് ഇവർക്ക് വധശിക്ഷ വേണമെന്നാണ് അവിടെ പ്രോസിക്യൂഷനും അതുപോലെയുള്ള വാദിഭാഗവും വാദിച്ചത്. പക്ഷെ അപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ വധശിക്ഷ എന്ന് പറയുന്നത് ഒരു അപൂർവങ്ങളായ കൊലയ്ക്ക് മാത്രമാണ്. ഇത് സാധാരണ നടക്കുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. പക്ഷേ ഇത് വളരെ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ്. ഗൂഢാലോചനയും ഒക്കെ ഇതിന്റെ പിന്നിലെ വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിക്കേണ്ടി വരുന്നതെന്ന് കോടതിയും പറയുന്നുണ്ട്. എന്നാലും ഈ 8 പ്രതികൾ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലേറ്റവും നമ്മൾ കാണുന്നത് കിർമാണി മനോജ്, അതുപോലെ കൊടി സുനി, അതുപോലെ അണ്ണൻ സജിത്ത്, അങ്ങനെ തുടങ്ങിയ ഞാൻ പേരെല്ലാം വായിക്കുന്നില്ല, എല്ലാം എൻ്റെ പേരിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 1 മുതൽ 8 വരെയുള്ള ഈ KK രജീഷ്, ഇങ്ങനെ തുടങ്ങി ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, CK രാമചന്ദ്രൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും ഇരട്ട ജീവപര്യന്തം എന്നാണ് ഈ കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോ കഴിഞ്ഞ ഈ ശിക്ഷ ഇവര് കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ശിക്ഷ വിധിച്ചപ്പോൾ ഈ വിചാരണ കോടതി വെറുതെ വിട്ട 2 പേരെ കൂടി കുറ്റവാളികളാണെന്ന് ഈ കോടതി കണ്ടെത്തുകയുണ്ടായി. അവർക്ക് പേരിലും ശിക്ഷ വിധിക്കുകയുണ്ട്. അവര് കോടതിയിൽ വീണ്ടും ഒന്ന് കീഴടങ്ങി ജയിലിൽ കയറുകയും ചെയ്തു. അവർക്കും ഈ ജീവപര്യന്തം ശിക്ഷയിൽ യാതൊരു ഇളവും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അവരാരാണെന്ന് പറഞ്ഞാൽ അവർ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്, CPM-ന്റെ നേതാക്കളാണ്. ഈ വിധി എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലയ്ക്ക് കിട്ടിയ അടിയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ വരുന്ന ഈ പശ്ചാത്തലത്തിൽ CPM-ന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. കാരണം CPM-ന്റെ നേതാക്കളാണ് ഇപ്പോൾ ജീവപര്യന്തം വന്ന് അനുഭവിച്ച് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുന്നു. ഇന്നലെ ഈ വിധി നടക്കുന്നത് വരെയും ഈ നിമിഷം വരെയും CPM പറയുന്നത് ഈ കൊലപാതകത്തിന് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, TP-യെ കൊന്നത് മറ്റേ മാൻഷാ അള്ള എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ച മറ്റാരോ ആണ് കൊന്നത്, പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെയും. ഈ വിധി വരുന്നവരെ, ഇനി വിധി വന്നു കഴിയുമ്പോൾ CPM നേതാക്കൾ എങ്ങനെ പറയുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഈ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കേസിൽ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് ഈ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആൾക്ക് 2ാമത് ശിക്ഷ വിധിക്കുകയും അവരെയും കൂടി ഈ കഠിനമായ തടവിന് വിധിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ KK രമയ്ക്ക് 7 ലക്ഷം രൂപയും
കെ രമയുടെ മകന് 5 ലക്ഷം രൂപയെ നഷ്ടപരിഹാരം പ്രതികൾ കൊടുക്കണമെന്നുള്ള വിധിയും വന്നിരിക്കുന്നു. എന്തായാലും ഇതിനകത്തൊരു അപ്പീൽ പോകാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പീൽ പോകുമായിരിക്കാം. പക്ഷെ അപ്പീൽ പോയാൽ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇളവ് വന്നു വയ്ക്കാം. പക്ഷെ ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത, ഏറ്റവും അധികം നമ്മൾ പല തവണ ആവർത്തിക്കപ്പെട്ട ഒരു കേസാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. അതില് തിരഞ്ഞെടുപ്പിന്റെ ഈ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ തുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടത്തി ഞങ്ങളെന്തോ വലിയ മഹാകാര്യം ചെയ്യാൻ പോകുന്നു, കേരളത്തിനെ വെട്ടിപ്പിടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടുവന്ന് അഹങ്കാരത്തോടെ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന വിധി CPM-ന്റെ തലയ്ക്ക് കിട്ടിയ അടി തന്നെയാണ്. CPM-ന്റെ നേതാക്കൾ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു.